കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കട്ടെ. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് 23-ാം സങ്കീർത്തനത്തിലെ 5-ാമത് വാക്യത്തിനകത്ത് പറയുന്ന 3 വാക്കുകൾ ഞാൻ ഇന്നലെ ഒരു മുഖവരി പോലെ പറഞ്ഞു വെച്ചു. 1 വിരുന്നൊരുക്കുന്ന ദൈവം, 2 അഭിഷേകം ചെയ്യുന്ന ദൈവം, 3 സ്തോത്രം നിറഞ്ഞ് കവിയുന്നു. ഈ 3 കാര്യങ്ങൾ, അതിലൊരു കാര്യം നമ്മൾ ഇന്നലെ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടവന്നു. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ദൈവം. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വാക്കെന്ന് പറയുന്നത് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അപ്പം ദാവീദിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ആ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കപ്പെടേണ്ടത്, അല്ലേ? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത്? എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന സമയത്ത് രാജാവിനുള്ള അഭിഷേക തൈലവും അതുപോലെ പുരോഹിതന്മാർക്ക് അഭിഷേക തൈലമുണ്ട്, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാറുണ്ട്. ഇങ്ങനെ പല അഭിഷേക തലങ്ങൾ പഴയ നിയമത്തിനകത്ത് വെളിപ്പെട്ട് വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് രാജകീയ അഭിഷേക തൈലം. നമുക്കറിയാം, ശൗല് തൻ്റെ സ്ഥാനത്ത് അവിശ്വസ്തനായപ്പോൾ ദൈവം തൻ്റെ പകരക്കാരനായിട്ട് ദൈവം നിയോഗിച്ച മനുഷ്യനാണ് ദാവീദ് എന്ന് പറഞ്ഞ ആൾ, അല്ലേ? ശൗല് ആ രാജസ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ ദാവീദിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇടവന്നു. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അഭിഷേകം എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്, അല്ലേ? നമ്മളിന്ന് അഭിഷേകം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾക്കകത്ത് പല മേഖലകളുണ്ട്. പക്ഷേ പഴയ നിയമത്തിൽ വരുന്ന സമയത്ത് പുരോഹിതന് അഭിഷേകമുണ്ട്, പ്രവാചകന് അഭിഷേകമുണ്ട്, രാജാവിന് അഭിഷേകമുണ്ട്. സ്തോത്രം. ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഓരോ പൊസിഷൻ അനുസരിച്ചാണ് അഭിഷേക തൈലം എന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് പൊന്ന്, മൂറ്, കുന്തിരിക്കം ഇവ കൊണ്ട് കാഴ്ചവെച്ചുവെന്ന് പഠിപ്പിക്കാറുണ്ട്. അതിന് 3 തലങ്ങളാണ്: പുരോഹിതൻ, പ്രവാചകൻ, രാജാവ് എന്നീ 3 സ്ഥാനങ്ങൾ യേശു കർത്താവിന് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ വിദ്വാൻമാർ ഈ 3 കാഴ്ച വസ്തുക്കൾ കൊണ്ട് വെപ്പാൻ തക്കവണ്ണം ഇടവന്നത്, അല്ലേ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ദാവീദിൻ്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം എന്താണ്? അത് രാജകീയ അഭിഷേക തൈലമാണ് ദാവീദിൻ്റെ മേൽ വീഴുവാൻ തക്കവണ്ണം ഇടവന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ അഭിഷേക തൈലം വീണ ദിവസം മുതൽ അങ്ങോട്ട് സ്തോത്രം ജീവിതത്തിനകത്ത് ക്ലേശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ദാവീദിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ടും അതിനകത്ത് അടിപതറാതെ, തകർന്നു പോകാതെ, ക്ഷീണിക്കാതെ, ചെറിയ വിഷയമല്ല, അല്ല ചെറിയ സ്തോത്ര പ്രതിസന്ധികളല്ല ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. ഒരു വേട്ടമൃഗത്തെ ഓടിക്കുന്ന ലാഘവത്തോടുകൂടെ ശൗല് ദാവീദിന്റെ പിറകെ നടന്നിട്ട് അവന്റെ തലമേൽ അഭിഷേക തൈലം ഉണ്ടായിരുന്നത് കൊണ്ട്, ആ അഭിഷേകം അവന്റെ ജീവിതത്തിനകത്ത് ചലിച്ചതുകൊണ്ട് ശൗലിനെന്ന് മാത്രമല്ല പല പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്നിട്ട് ഇവയൊന്നും ദാവീദിനെ തകർക്കുവാൻ തക്കവണ്ണം ഇടവന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, സ്തോത്രം, ദൈവം നിന്റെ തലമേൽ അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ റെക്കമെൻഡേഷൻ ബേസ്ഡ് അല്ല. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ അഭിഷേകം ഒരാളുടെ മേൽ ദൈവം പകരുന്നത് ഒരാളിൻ്റെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടല്ല. സ്തോത്രം. പകരം സ്തോത്രം അവൻ്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന് തോന്നുന്ന കരുണയാണ്. ആ വ്യക്തി ദൈവത്തോട് അടുക്കുന്ന എത്ര മാത്രമാണോ അതിനനുസരിച്ചാണ് ദൈവം അവൻ്റെ മേൽ അഭിഷേകത്തെ പകരുന്നത്. ഞാനോ നിങ്ങൾ ഒരുപക്ഷെ കൈമാറ്റത്തിന് വേണ്ടിയോ സ്തോത്രം ഇല്ലെങ്കിൽ ഒരു പകർച്ചയ്ക്ക് വേണ്ടിയോ എനിക്ക് നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി അഭിഷേകം പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷെ കൈവച്ചത് കൊണ്ട് മാത്രം ലഭ്യമാകുന്ന ഒന്നല്ലിത്. സ്തോത്രം. കൈമാറുന്ന ഒരു തലമല്ല അഭിഷേകം എന്ന് പറയുന്നത്. ആ വ്യക്തി ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ അഭിഷേകം ആ വ്യക്തിയുടെ തലമേൽ ഇറങ്ങി വരത്തുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഏലിയാവുന്ന ദൈവമനുഷ്യൻ എടുക്കപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ദൈവം ഏലിയാവിന് എടുക്കപ്പെടുമ്പോൾ ഏലിയാവ് എലിശയോട് പറഞ്ഞു, എനിക്ക് എടുക്കപ്പെടാൻ സമയമായി, എന്നെ എടുക്കാൻ പോകുകയാണ്, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? യോർദാന്റെ കരയിൽ വെച്ച് ഏലിയാവ് എലിശയോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് എലിശ പറഞ്ഞൊരു വാചകമുണ്ട്, സ്തോത്ര, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. ഇത് പറയുന്ന സമയത്ത് തിരിച്ച് ഏലിയാവ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണത്. സ്തോത്ര. ഏലിയാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ചോദിച്ച കാര്യം
പ്രയാസമുള്ളതാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ ദൈവദാസനെ, ദൈവവൈതലെ, ഇത് പ്രാപിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യം അല്ല. റിസീവ് ഇറ്റ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒന്നല്ല അഭിഷേകം. അതിനുവേണ്ടി നീ വില കൊടുക്കണം, അതിനുവേണ്ടി നീ വിശുദ്ധിയോടെ ജീവിക്കണം, അതിനുവേണ്ടി സ്തോത്രം നിന്റെ ജീവിതം ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ മാത്രമേ അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരത്തുള്ളൂ. അതാണ് ഏലിയാവ് പറഞ്ഞത്, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ്. സ്തോത്രമല്ലേലൂയ. ഇക്കാലത്ത് സ്തോത്രം വികൃതമായ രീതിയിൽ അഭിഷേകത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ഇല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പ്രാപിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഈ അഭിഷേകത്തിനൊരു തലം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഈ കാലത്തുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവവചനത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയണം, അങ്ങനെ പ്രാപിക്കാൻ പറ്റുന്ന ഒന്നല്ല അഭിഷേകം. പക്ഷേ നീ ഒരുക്കപ്പെട്ടാൽ, നീ ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെട്ടാൽ, നിന്റെ ജീവിതം വിശുദ്ധമാണെങ്കിൽ ദൈവം നിന്റെ മേൽ അഭിഷേകത്തെ പകരുവാൻ തക്കവണ്ണം ഇടയാകും. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ പ്രാപിച്ച അഭിഷേകമാണ് ദൈവം ദാവീദിന്റെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയാകും. ഈ അഭിഷേകത്തെ എൻ്റെ മേലും നിങ്ങളുടെ മേലും പകരുവാൻ ദൈവശക്തനാണ്. അതിനുവേണ്ടി ഒരുങ്ങപ്പെടാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിശ്ചലകളിൽ മറച്ചാട്ട് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. വഴികളെ വാതിലുകളെ ദൈവം തുറക്കണം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി ഇരിപ്പാൻ ഇടയാക്കണം. അഭിഷേകത്തിന്റെ നിറവിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.